സമീപവാസിയാണ്. ചെറുപ്പകാലം മുതലേ നമ്മുടെ എല്ലാ പുരോഗതിക്കും ഈ ഭഗവാന്റെ അനുഗ്രഹം ആണുള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ കുട്ടിക്കാലം മുതലേ കേട്ട കുറേ ഐതിഹ്യങ്ങളുണ്ട് ക്ഷേത്രത്തെപ്പറ്റി. ഭഗവാൻ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. ഉപദേവങ്ങളായിട്ട് അയ്യപ്പസ്വാമിയും ശ്രീ ഭൂതനാഥനും ഭഗവതിയും പിന്നെ ഗോശാലകൃഷ്ണനുമായിട്ടും ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അഭീഷ്ടദായകനായിട്ടുള്ള പരമശിവൻ ചൈതന്യ രൂപത്തിൽ കുടികൊള്ളുന്നതാണ്. പിന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന മറ്റൊരു പ്രത്യേകത ഈ ദൈവികത ഒപ്പം തന്നെ ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ്. വളരെ ഔന്നത്യത്തിലും ഉയരത്തിലും സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ യോഗിവര്യന്മാരൊക്കെ തീർച്ചയായിട്ടും ഒരു കാലത്തിലൂടെ യോഗയ്ക്ക് മറ്റും യോഗിയായിട്ട് കുടികൊണ്ടിരിക്കണമെന്ന് തീർച്ചയായിട്ടും ഈ ഭൂപ്രദേശം വിശ്വസിപ്പിക്കുന്നു. അത് മാത്രമല്ല ഇവിടുത്തെ ദൈവത്തിൻ്റെ ഈ ചുറ്റമ്പലത്തിൻ്റെ ഒക്കെ അടിയിൽ വെള്ളമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കല്ല് നീക്കിയപ്പോൾ ഫുള്ളായിട്ട് സമഗ്രമായിട്ട് വെള്ളം കണ്ടപ്പോൾ, തീർത്ത ജലം കണ്ടപ്പോൾ അത് ഭീതി മറ്റുള്ളവർക്ക് വേണ്ട എന്ന് കരുതിയിട്ട് അത് മൂടപ്പെടുകയും ഇപ്പോഴും ആ കരിങ്കല്ല് പാളികൾക്കടിയിൽ ഇത്രയും ഉയരത്തിലുള്ള സ്ഥലമാണെങ്കിലും ചുറ്റ പാറയാണെങ്കിലും അവിടെയൊക്കെ തന്നെ ജലസാന്നിധ്യവും ജലസമൃദ്ധിയും ഒക്കെ ഉണ്ട്. ഗംഗാദേവിയുടെ അനുഗ്രഹം കൊണ്ടൊക്കെ ആയിരിക്കണം അത്. എന്തായാലും ഈ ഭൂമിയുടെ ഈ ക്ഷേത്രത്തെ പരിസരത്ത് മുഴുവൻ പാറ പൊട്ടിപ്പിളർന്ന് വെള്ളമുണ്ടായിട്ടുണ്ട്. അത് ഒരു അത്ഭുത പ്രതിഭാസമാണ്. അത് ഞങ്ങളിവിടെ പറയുക ചുന എന്നാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം ഇവിടെ നിത്യകർമ്മത്തിന് അടിച്ചുതലിക്കാരിയായിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ആയിരുന്നു ഇവിടെ ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം കൊണ്ട് കൊടുത്തിരുന്നത്. ഇത്രയും ഉയരത്തിലുള്ള സ്ഥലത്ത് നിന്ന് വളരെ താഴെ നിന്ന് വെള്ളം കൊണ്ടുവരികയും ദൈനംദിന ആവശ്യങ്ങൾക്ക് വെള്ളം കൊണ്ടുവരിക എന്നുള്ള ഒരു ജോലിയായിരുന്നു അവർ നിർവഹിച്ചിരുന്നത്. അവർക്ക് കാലക്രമേണ പ്രായമായി അവശതയായി അവർ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഞാൻ എങ്ങനെയാണ് ഭഗവാന്റെ നിത്യകർമ്മത്തിനായിട്ടുള്ള നിത്യപൂജയ്ക്കായിട്ടുള്ള ഈ ജലം എത്തിക്കുക, അത്രമാത്രം ഞാൻ അവശയായിട്ടുണ്ട് ശാരീരികമായിട്ടെന്ന് പറഞ്ഞപ്പോൾ ഈ കുഴപ്പമില്ല, ശരീരം പോലെ കേൾക്കുന്നുണ്ടായത്ര. എല്ലാ വിശ്വാസങ്ങളെപ്പോലെ ഇതും ഒരു എന്താണ് വളരെ ഒരു പൂർണ്ണതയിലുള്ള ഒരു വിശ്വാസമായിട്ട് ഈ ഒരു ചുറ്റുപാട് അറിയാൻ സാധിക്കുന്നുള്ളതാണ്. അങ്ങനെ അവർ അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അർദ്ധരാത്രിക്ക് വളരെ അട്ടഹാസവും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായത്ര. പ്രകാശോജ്വലമായ
വാസ്തവമായിട്ട് വിശ്വസിക്കുന്ന ശബ്ദവും പൂജാമണിയും കണ്ടപ്പോൾ സത്യമാണെന്നത് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ അവർ കണ്ട സ്വപ്നം ഇതാണ്, ഇനി നീ കഷ്ടപ്പെടേണ്ട, അമ്പലത്തിന് സമീപത്ത് തന്നെ വെള്ളം നിനക്കെത്തിച്ചു കൊടുക്കാനുള്ള സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് അവർ കണ്ട കാഴ്ചയാണ് അത്ര ഈ പാറകളൊക്കെ തന്നെ പൊട്ടിപ്പിളർന്ന് വെള്ളമായി തീർന്നത്. അമ്പലത്തിൻ്റെ ഈ വടക്ക് കിഴക്ക് മൂലയിൽ തന്നെ അവിടെ അമ്പലത്തിന് ആവശ്യമായിട്ടുള്ള തീർത്ഥങ്ങൾ, പിന്നെ ചുറ്റും പാറയും ചില സമൃദ്ധിയും ഉണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചില ചുരയിൽ വീണ ചില പാത്രങ്ങളൊക്കെ തിരുവങ്ങാന ശിവക്ഷേത്രത്തിൽ നാമദേഹത്തിലുള്ള ചില പാത്രങ്ങളൊക്കെ ഈ വീണു പോവുകയും അന്നത്തെ പൂജാരിയുടെ അത് കടലിൽ പ്രദേശം കടന്നിട്ട് സമുദ്രയടുപ്പിൽ നിന്ന് വളരെ ഉയരത്തിലുള്ള ഈ ക്ഷേത്രത്തിലേക്ക് പൂജാ വിഗ്രഹങ്ങൾ കടലിൽ നിന്ന് മുക്കുവന്മാർക്ക് കിട്ടി തിരിച്ചേൽപ്പിച്ചു എന്ന കഥയാണ്. ഇത് തീർച്ചയായിട്ടും കുറുമ്പനാട് താലൂക്കിൽപ്പെട്ട ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇത് വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ ഈ പ്രദേശത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത്ഭുത ചൈതന്യത്തിൻ്റെ ഉറവിടമായിട്ടാണ് ഈ ക്ഷേത്രം. ഒരിക്കൽ വന്ന ഒരു ഭക്തൻ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് വിളിക്കപ്പെടുന്ന ഒരു ദിവ്യ ശക്തി ഈ ക്ഷേത്രത്തിന് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രദേശം ശ്രീകോവിലിൻ്റെ അടിയിലോട്ട് വരുന്ന ജലമല്ലേ അത്? അതെ അതെ, അതിൻ്റെ അടിയിലേക്ക് ഒഴുകാനുള്ള അതെ അങ്ങോട്ടേക്ക് ഒഴുകാനുള്ളൊരു ഇതൊക്കെ ഉണ്ട്. ഒഴുകുന്നുണ്ട് ചെറുതായിട്ട്. മാത്രമല്ല ഈ ക്ഷേത്രാവശ്യങ്ങൾക്ക് വേണ്ടി ഈ പ്രദേശത്തിൻ്റെ മാത്രം പ്രത്യേകത ക്ഷേത്രാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സമുദായങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. നമ്പൂരി ആയാലും അതുപോലെ ചാക്യാരായാലും നമ്പീശനായാലും മാരാരായാലും മലയനായാലും നമ്പ്യാറായാലും അങ്ങനെ എല്ലാ വിഭാഗത്തിലെയും ജനങ്ങൾ ഈ അമ്പലത്തിന് ചുറ്റും താമസിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പഴമയും അതുപോലെ തന്നെ ക്ഷേത്രാവശ്യത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പലരും ഒത്തുചേർന്നതായിരിക്കണം. കാരണം ഈ പ്രദേശം വിട്ട ഈ സമുദായങ്ങളൊന്നും അധികം ആയിട്ടൊന്നും എവിടെയുമില്ല. അതുകൊണ്ട് ഈ ചൈതന്യ സ്വരൂപമായ ഭഗവാനാണ് ഇവിടുത്തെ ഈ ഭാഗത്തെ ഒരു വ്യക്തിയുടെയും ഈ പ്രദേശത്തിൻ്റെയും അനുഗ്രഹദാതാവായിട്ട് കുടികൊള്ളുന്നതെന്ന് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. കിഴക്ക് ഭാഗത്ത് അങ്ങ് കാണുന്ന കൽമണ്ട അത് ഉപദേവന്മാരാണ്. അവിടെ ശങ്കൂരി ഇത് നൈദ്യത്തിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഉച്ചപൂജയുണ്ടാവും. ഇനി ഈ കിഴക്ക് വശത്തുള്ളത് ഉപക്ഷേത്രങ്ങളെന്ന് നേരത്തെ പറഞ്ഞു. അയ്യപ്പൻ്റെ അമ്പലത്തിന് വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. വലിയൊരു പാറയ്ക്കടിയിലായിരുന്നു അയ്യപ്പൻ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനത് കണ്ടു. അപ്പോൾ അത് പിന്നെ ഏതൊരു കണക്കനുസരിച്ച് പിന്നെ ക്ഷേത്രമാക്കിയാണ്. പക്ഷെ ഞങ്ങൾക്കൊക്കെ വലിയൊരു എന്താണ് ആ അയ്യപ്പനെ കാണാനാണ് ഇഷ്ടം. എല്ലാവരും കിടന്നിട്ട് കുനിഞ്ഞു നോക്കിയാൽ മാത്രമേ വലിയൊരു പാറ കൊണ്ട് മൂടിയിട്ട് ഒരു ഗുഹയ്ക്ക് ധ്യാനാവസ്ഥയിൽ സ്വയംഭൂവായിരിക്കും അതിൻ്റെ നിജസ്ഥിതി. പാറ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ആ പാറയല്ലാതെ ആ ക്ഷേത്രത്തിനായിട്ട് വലിയൊരു ഗുഹയും ആ ഗുഹയെ ഈ വിഗ്രഹം മൂടക്കത്തക്ക വിധത്തിലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രമാണ് ഇത്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ആ ക്ഷേത്രമാണ് കണ്ടത്. ഇപ്പോൾ പിന്നീട് അത് ചെറിയ ഒരു ഉപദേവ ക്ഷേത്രമായിട്ട് വികസിച്ചെങ്കിലും ആ പാറക്കല്ലിനടിയിൽ തൊഴുതിരുന്ന അയ്യപ്പന് വല്ലാത്തൊരു അനുഭൂതിദായകമായിരുന്നു. അതിനോട് ഇപ്പോൾ ശാസ്താവിനെ കൊണ്ടും കൃഷ്ണഭഗവാനായാലും പിന്നെ ശ്രീ ഭൂതനാഥനുണ്ട് തൊട്ടപ്പുറത്ത് ക്ഷേത്രം ഉപക്ഷേത്രം അയ്യപ്പൻ്റെ തൊട്ടപ്പുറത്ത് ദേവിക്കിടെ ഇപ്പുറത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. പിന്നെ നാഗത്തിൻ്റെ ദൈവമാണ്. അവിടെ അങ്ങനെ പ്രത്യേക ആയില്യ സമയത്തുള്ള പൂജയ്ക്കൊക്കെയാണ് ഭക്തജനങ്ങൾ പ്രവേശിക്കുക. അല്ലാതെ പുറത്തുനിന്ന് തൊഴുത് ഭണ്ഡാര സമർപ്പണമാണ് രീതി കാണുന്നത്. പിന്നെ ഓരോ ഉത്സവവും ഈ ധനുമാസത്തിലെ തിരുവാതിര കാലത്താണ് ഇവിടുത്തെ ഉത്സവം. അത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന 7 ദിവസം അല്ലേ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആറാട്ട് മഹോത്സവമാണ്. വലിയ ആറാട്ട് സദ്യ ഉൾപ്പെടെയുള്ള വലിയ ആഘോഷമായിട്ടാണ് ധ്വജപ്രതിഷ്ഠയോടുകൂടിയാണ് അത് വളരെ വ്യാപകമായിട്ടത് കൊണ്ടാടപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ശിവചൈതന്യം പ്രസരിപ്പിക്കുന്ന ഒരു അമ്പലമാണിതെന്നുള്ളത് അനുഭവ സാക്ഷ്യമാണ് ഓണം ശിവൻ. അമ്പലത്തിൻ്റെ പേരും ശ്രീ തിരുവാതിര ശിവക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. ഞാനൊരു കോളേജ് പ്രൊഫസറാണ്. ഗവൺമെൻറ് കോളേജിൽ മാഹിയിൽ വകുപ്പ് അധ്യക്ഷനായിട്ട് സ്ഥിതി ചെയ്യുന്ന മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഫോൺ നമ്പർ ഇവിടുത്തെ ഫോൺ നമ്പർ പറയും. ഇവിടുത്തെ 677 483 ആണ് ഇവിടുത്തെ ഫോൺ നമ്പർ. 2677 483 0496. എത്ര ഇത് പൂജ? ഇവിടെ രാവിലെ
പൂജ 5:45, 6 മണിക്ക് തുടങ്ങിയാൽ 10:30 വരെ പോകും. അതുപോലെ തന്നെ വൈകുന്നേരം 5 മണി മുതൽ 7, 7:30 വരെയാണ് പൂജാ സമയം. വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ സമയക്രമത്തിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇത് ഭക്തനെ നേരത്തെ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ ഭക്തനെ തിരുസന്നിധിയിലേക്ക് വിളിക്കുന്ന ഒരു ചൈതന്യം ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് മാത്രമല്ല പല ക്ഷേത്രങ്ങൾക്കുള്ളതുപോലെ ഈ ക്ഷേത്രത്തിൽ അത് കുറച്ചുകൂടി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാശി വിശ്വനാഥ ക്ഷേത്രവും അയോധ്യയൊക്കെ സന്ദർശിച്ചപ്പോൾ തിരുമൂലപ്പനാണ് അവിടെ കൊണ്ടുപോയതെന്നും അപ്പോൾ വന്നിട്ട് ആ ഒരു ചൈതന്യത്തോട് നന്ദി പറയുന്ന പോലെ ഞാൻ ഇന്ന് വന്ന് അപ്പോൾ ഏതൊരു അഭ്യുന്നതിക്കും ഈ മഹാദേവൻ്റെ കൃപാകടാക്ഷമാണ് ഉള്ളതെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം. കുട്ടിക്കാലത്തെ ഉള്ളതല്ലേ? തീർച്ചയായിട്ടും ചെറിയ കുട്ടിക്കാലത്തുള്ള ഈ ഭക്തി MA, MPhil, PhD ഒക്കെ കഴിഞ്ഞിട്ടും ആ ഭക്തിക്ക് യാതൊരു ഇളക്കമുള്ള, കാരണം അതൊക്കെ വളരെ നിസ്സാരമാണ് ഈ ദൈവത്തിൻ്റെ മുമ്പിൽ. പക്ഷേ ഈ അഭ്യുന്നതിയും ഈ ജീവിത സാഹചര്യത്തിൻ്റെ അഭിവൃദ്ധിയൊക്കെ തന്നെ ഭഗവാന്റെ അനുഗ്രഹ ആശീസ്സുകളാണെന്ന് വിശ്വസിക്കുന്ന ഭക്തന്മാരിലൊരാളാണ്.